ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്രാവശ്യം UDF CH ജയിക്കും ഇവിടെ 100% ഉറപ്പാണ് ഇവിടെ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ LDF ഭരണമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്ര ആത്മവിശ്വാസം എന്താണ് കഴിഞ്ഞ LDF ഭരണം? കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം ഇവിടെ LDF മത്സരിക്കുമ്പോൾ BJP ഉണ്ടായിരുന്നില്ല. BJP 30,000 വോട്ടിനോട് 27 വോട്ടുണ്ടായിരുന്നു ഇവിടെ. അവിടെ ഇല്ല. ആ വോട്ട് ആർക്ക് കിട്ടി? ആ വോട്ട് എവിടെ പോയി? സഖാവ് NK അക്ബർ. അത് എന്തുകൊണ്ട് അങ്ങനെ? അദ്ദേഹം ഇവിടെ കുറേ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണത്. അത് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക്. അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 18,000 ചില്ലാനം ഭൂരിപക്ഷമാണുള്ളത്. അതിലും കൂടാനോ കുറയാനോ സാധ്യത? ഭൂരിപക്ഷം 18,000 ഒന്നും ഉണ്ടാവില്ല. എന്നാലും ആൾ ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വരും പെൻഷൻ കിട്ടുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഇതുകളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് വികസനത്തിൻ്റെ ആയാലും എന്തായാലും മുഖ്യമന്ത്രി അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ 20 കൊല്ലമായിട്ട് LDF ആണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരും. അതിന് മാറ്റം വരും എന്ന് പറഞ്ഞാൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് അതിന് സാധ്യത? ഇവിടെ CH റഷീദ് ഒരു 3000 ലീഡിന് ജയിക്കും. ഈ മണ്ഡലത്തിലൊരു വോട്ടർ എന്ന നിലയ്ക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു മുസ്ലിം MLA അല്ലാതെ ഉണ്ടായിട്ടില്ല, ഒരു ഹിന്ദു MLAയുടെ ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ച് എന്താ പറയുള്ളത്? അതൊക്കെ ഒരു വർഗീയതയുടെ ഭാഗമാണ്. അതൊക്കെ കാരണം ഇവിടെ ഒരു മതേതര മണ്ണാണ്. ഇവിടെ ഗുരുവായൂർ അമ്പലമുണ്ട്, അതുപോലെ തന്നെ മണത്തല പള്ളി, ക്രിസ്ത്യൻ പള്ളി. ഞാൻ കിടക്കുന്ന പാലൂരാണ്. എൻ്റെ പ്രദേശത്ത് അമ്പലത്തിലെ പാട്ടിട്ട് എണീക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് വിളിയിട്ട് എണീക്കുന്ന ആൾക്കാരുണ്ട്, പള്ളിമണി കേട്ടിട്ട് എണീക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ എല്ലാ സ്ഥലത്തും അറിയാതെ നടക്കണമെങ്കിലും ഗുരുവായൂർ അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ല. അപ്പം ഇതൊക്കെ ആൾക്കൊരു തോന്നലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഹിന്ദുക്കളോട്ട് സമാഹരിക്കാൻ പറ്റുന്നതൊക്കെ. ഇവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻസ് ഇല്ല, എല്ലാതും ഒറ്റ മനുഷ്യരാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? അതൊന്നും ഒരിക്കലും ഇല്ല. അത് അവരെ രാഷ്ട്രീയ ഭാഗത്തുള്ള ആൾക്കാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്താന്നല്ലാതെ പൊതുവായിട്ട് ഒരു ഹിന്ദുക്കളുടെ ഇടയിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അക്ബർ കഴിഞ്ഞ 10 വർഷമായിട്ട് 20 വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷം തന്നെയാണ് ഭരിക്കുന്നത്. ഒരു മാറ്റത്തിന് എന്തുകൊണ്ട് അങ്ങനെ പറയണം? അവരെ കൊണ്ടാണ് നമുക്ക് സഹായങ്ങളുള്ളത്. അക്ബർ, CH റഷീദ്, പിന്നെ ഗോപാലകൃഷ്ണൻ BJP. ആർക്കാണ് ഇതിൽ വിജയസാധ്യത കാണുന്നത്? അത് CH റഷീദ് UDFൻ്റെ തന്നെയാണ് വിജയസാധ്യത. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ തൃശ്ശൂർ ലോക്സഭയത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുരളീധരന് ബാക്കായിരുന്നെങ്കിലും മുരളീധരന് ഗുരുവായൂർ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ ഇൻക്ലൂഡിങ് എന്ന ഭാഗത്ത് വലിയ മോശമില്ലാത്ത നല്ല ഭൂരിപക്ഷമായിരുന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CH റഷീദിന് വിജയസാധ്യതയുണ്ട്. മാത്രമല്ല കേരളത്തിലെ ഇപ്പോഴത്തെ 10 കൊല്ലമായിട്ടുള്ള ഭരണകൂടം വെച്ചാൽ വളരെ ദോഷകരമാണ്. ഒരുപാട് സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, അക്രമ കാര്യങ്ങൾ, മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. CH റഷീദ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് റഷീദിനെ കാണുന്നത്? കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതൊരു LDFൻ്റെ മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് KN ഖാദർ 18,000 പരം വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാറിയിട്ടുണ്ടോ ഗുരുവായൂർ? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിജയം തോൽവിയൊക്കെ നിഷ്പക്ഷവാദികളാണ് വിജയം തോൽവിയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFനാണ് കൂടുതൽ അനുകൂലമായി നിൽക്കുന്നത്. ഇവിടെ ഒരു ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഗുരുവായൂരിനെ ഒരു UDFൻ്റെ MLA എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ ഇലക്ഷൻ എങ്ങനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ 100% ഞങ്ങൾ UDF ജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈ 2 മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തും അല്ലേ, ഇതിൽ ആർക്കായിരുന്നു പിന്നെ മേൽക്കോയ്മ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? മേൽക്കോയ്മ എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തിൻ്റെ ആണ് ഉള്ളത്. 2 മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ചെറിയ ഭൂരിപക്ഷത്തിന് ഏങ്ങണ്ടിയിൽ പഞ്ചായത്ത് LDFൻ്റെ കയ്യിലാണ്. മറ്റെല്ലാ പഞ്ചായത്തുകളും UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ 5 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും 1 പഞ്ചായത്തും 5 പഞ്ചായത്ത് UDFൻ്റെ അടുത്ത്, പിന്നെ 2 മുനിസിപ്പാലിറ്റി LDFൻ്റെ അടുത്ത്, 1 പഞ്ചായത്ത് LDFൻ്റെ അടുത്ത്. അതെ. ഈ പഞ്ചായത്തുകൾ, ഈ മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി, ഈ LDFൻ്റെ അടുത്തുള്ള പഞ്ചായത്ത്, അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കോയ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മേൽക്കോയ്മ ഉണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം
ജനം അത്ര വെറുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. LDF ഭരണത്തെ ജനം വെറുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് കൂടുതലായിട്ടും അത് UDF തന്നെയാണ് ഗുണം ചെയ്യുക. നമ്മുടെ ഈ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ശ്രീ ഗോപാലകൃഷ്ണൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇതുവരെ ഒരു മുസ്ലിം MLA മാരില്ല. എന്നിരുന്നാലും അയാൾ എന്തിനടിസ്ഥാനത്തിൽ പറഞ്ഞു ഇവിടുത്തെ ആദ്യത്തെ MLA തന്നെ ഒരു ഹിന്ദുവാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഇതിൽ BJPക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ വിദ്യാസമ്പന്നരായ ജനമാണുള്ളത്. അവിടെ ജാതി പറഞ്ഞാലൊന്നും ഒരിക്കലും വിജയിക്കില്ല. കാരണം ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ ജനം ജീവിക്കുന്നത്. എല്ലാവർക്കും ഒരേ ജാതി ഉണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ ജാതിക്കാരും ഒരേപോലെ ഒരേ മനസ്സോട് ജീവിക്കുന്നതാണ് കേരളം. അവിടെ ജാതി പറഞ്ഞിട്ട് ഒരു പാർട്ടിക്കും ജയിക്കാൻ കഴിയില്ല. അവർ ജാതി അല്ലെങ്കിലും തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഇതൊരു മതേതര രാജ്യമല്ലേ, ഇവിടെ എങ്ങനെ ജാതി പറയുക? ഇവിടെ ജാതി പറയാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു ഹിന്ദു MLA വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് തെറ്റ് തന്നെയല്ലേ. അദ്ദേഹം ഒരു ജാതിയല്ലേ പറഞ്ഞത്. ഗുരുവായൂർ അമ്പലം, മണത്തല പള്ളി, പാലിയൂര് പള്ളി, അങ്ങനെ ഒരുപാട് എല്ലാ മതക്കാർക്കും ഉണ്ട്. പക്ഷെ അവിടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഹിന്ദു തന്നെ വേണമെന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം ഗുരുവായൂരപ്പൻ്റെ ഹിന്ദു വിശ്വാസികളുണ്ടെങ്കിലും അതുപോലെ പല ജാതിയിലും വിശ്വാസികളുണ്ടാവും. എല്ലാവരും മതേതര വിശ്വാസികളാകുമ്പോൾ ഈ മതത്തിൻ്റെതായാലും മറ്റൊരു മതത്തിൻ്റെതായാലും എല്ലാവരും ഒരുപോലെ കൊണ്ടാടും. ഇപ്പോൾ വിഷുവായാലും ഓണായാലും പെരുന്നാളായാലും ക്രിസ്തുമസ് ആയാലും എല്ലാ ജാതിക്കാരും ഒരുപോലെ കൊണ്ടാടുന്നതാണ്. അവിടെ ജാതീയമായി വേർതിരിവില്ല. വിജയിക്കുമെന്ന് പറഞ്ഞല്ലോ, റഷീദ് വിജയിക്കുമെന്ന് പറഞ്ഞു. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയാണ്? ഞങ്ങളെ കാഴ്ചപ്പാടിൽ ആളൊരു 5000-3000 ഉള്ളിൽ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.